ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡാനിയ തങ്കച്ചൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ ചെമ്മണ്ണാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഡിസംബർ 13 ഉടമ്പടി എടുത്തത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ കരം പിടിച്ചു. അവിടുത്തെ കരത്തിൻ്റെ ബലത്താൽ എനിക്ക് സാധിച്ചു കിട്ടി. അല്പം വൈകിയെങ്കിലും എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഞങ്ങൾ നിലവിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾ ചെമ്മണ്ണാറ്റിലോട്ട് താമസം വന്നതാണ്. പുതിയതായിട്ട് സ്ഥലം വാങ്ങിച്ച് 13.5 സെൻറ്റ് സ്ഥലം. അതിൽ 8.5 സെൻറ്റിന് പട്ടയമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഉണ്ടായിരുന്നു താനും. പക്ഷേ അത് റീസർവേ മുടങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് കരം കെട്ടാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കത് അറിയത്തില്ല. അതറിയാണ്ട് ഞങ്ങൾ 8 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. മൊത്തം 10 ലക്ഷമാണ് പറഞ്ഞിരുന്നത്. 2 ലക്ഷമാണ് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആ 2 ലക്ഷമായിട്ട് കൊടുക്കാൻ വേണ്ടി പോക്കുവരവ് ചെയ്യാനായിട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് റീസർവേ മുടങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ളവർ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് എൻ്റെ അതിൽ അടുത്തുള്ളൊരു ചേച്ചി കൃപാസനം എന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്, നമുക്കവിടെ പോകാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, കേട്ടിട്ടുണ്ട്. എന്നാലും ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന സ്ഥലമാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഏതോ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനും വരാം എന്നുള്ള രീതിയിൽ ആ ചേച്ചിയാണ് എന്നെ പൈസ തന്ന് മുടക്കി ഇവിടെ കൊണ്ടുവന്നത്. മാതാവിന് നന്ദി പറയുന്നു ഈ ഒരു പുണ്യ സന്നിധാനത്തിൽ വരാനൊത്തതിന്. ഇവിടെ വന്ന് ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു പോയി. കൃത്യമായിട്ട് വന്ന് പുതുക്കിപ്പോയി. ഇതിപ്പോൾ 10ാമത്തെ തവണയാണ് എൻ്റെ പുതുക്കൽ. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ പറഞ്ഞ സ്ഥലം പോക്കുവരവ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം പേരിലോട്ടാക്കാനുള്ള കൃപ അമ്മ മാതാവ് ചെയ്തു തന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്വന്തം പേരിലായി കരം കെട്ടി അതുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നത്. ഈ മേടിച്ച വസ്തുവിൽ ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പറമ്പിൻ്റെ 4 മൂലയ്ക്കും കൊണ്ട് ഇടുകയും വീടിന് ചുറ്റുമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കും മുട്ടിനും ഒക്കെ കൊണ്ട് ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടതുകൊണ്ട് അതും അതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് നടന്നതെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം 19 വർഷം വെച്ചതോളമായി. എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് 20 വയസ്സായി. അവളുണ്ടായപ്പോൾ ഒരു അലർജിയോടുകൂടിയാണ് ജനിച്ചത്. അവളിൽ നിന്നത് എനിക്ക് കിട്ടിയതാണ്. രാവിലെയും വൈകിട്ടും ഭയങ്കര തുമ്മലും ചീറ്റലുമാണ്. അത് ഒരു തുമ്മൽ തുമ്മിയാൽ പിന്നെ മൂക്കിക്കൂടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് ഉടമ്പടിയിൽ നിയോഗമൊന്നും വെച്ചിരുന്നില്ല. ഞാൻ പക്ഷെ മറന്നും പോയി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്കിപ്പോൾ തുമ്മലും ഇല്ല, ചീറ്റലും ഒന്നുമില്ല, ഒരു ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെൻ്റെ ഒരു രോഗസൗഖ്യം. ഈ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതുകൊണ്ട് കിട്ടിയതാണ്. ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല. പിന്നെയുള്ളതൊരെണ്ണം ചെവിയുടെ ബാലൻസ് പോകുന്നൊരു അസുഖം എനിക്കുണ്ടായിരുന്നു. ആ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനത് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, കൂട്ടത്തിൽ വന്ന ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് എടുത്തിട്ട് പോയതാണ്. അന്ന് എടുത്തത് കൊണ്ട് എനിക്കതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ല, അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും വീണ്ടും നന്ദി പറയുന്നു. ഈ അവസരം ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നു. ചെവിയുടെ ബാലൻസിൻ്റെ അസുഖം മാറി. അത് പിന്നെ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അത് മാറുന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് ആത്മീയമായിട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഈ അനാഥാലയങ്ങളിലൊക്കെ പോയി ചെയ്യാനും പെറുക്കാനും ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഒരമ്മച്ചിക്ക് ഞാൻ 1 മാസം അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ അവരെ ശുശ്രൂഷിച്ചിരുന്നു. പിന്നെ ഒരമ്മച്ചീനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു. ഞാൻ ആ ചേച്ചിക്ക് വീട്ടിൽ പോയി അതിന് വയ്യാത്ത സമയത്തൊക്കെ പോയി ഫുഡുണ്ടാക്കി കൊടുക്കുകയും വീടൊക്കെ നടിച്ച് വാരി തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ പോലും പിന്നെ ഫുഡ് മാസത്തിലൊന്ന് എനിക്ക് അങ്ങനെ കൊണ്ട് കൊടുക്കാനൊരു വരുമാനവും ഒന്നുമില്ല. ഭർത്താവിൻ്റെ ഒരാളുടെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം എനിക്ക് പിന്നെ സാക്ഷ്യത്തിൽ ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. എന്നാലും ഞങ്ങളുടെ ഇടവകയിലെ SH സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ അവർ എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്തു തന്നിരുന്നു. ആട്ടിനെ വളർത്താനായിട്ട് ആട്ടുംകൂട് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആദ്യം കുറച്ച് പൈസ തന്നു. അത് ഞാൻ ആട്ടുംകൂട് ഉണ്ടാക്കി. ഹസ്ബൻഡ് അതിൻ്റെ പണി അറിയാവുന്നത് കൊണ്ട് അത് ഉണ്ടാക്കി. പക്ഷേ അതിന് ആടിനെ വാങ്ങിക്കാൻ പൈസ തികഞ്ഞില്ല. അപ്പം തിരിച്ച് 25,000 രൂപയാണ് തരുന്നത്. 1 വർഷം കഴിയുമ്പം 12,500 രൂപ തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെ തന്നു. അപ്പോൾ അതെനിക്ക് ആ സമയത്ത് എനിക്ക് 5,000 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആശുപത്രി പോക്കും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ളൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാനൊരു അവധി ചോദിച്ചു. അപ്പോൾ അന്നത്തെ മദർ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, പ്രൊവിൻഷ്യൽ ഹൗസിലോട്ട് ചോദിക്കട്ടെ, നിൻ്റെ സാഹചര്യം ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവരെനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് ആ തുക തന്ന് എന്നെ സഹായിച്ചു.
അങ്ങനെ സഹായിച്ചതോടുകൂടി ഞാൻ അടയ്ക്കാനുണ്ടായിരുന്ന പൈസ ഒഴിവാക്കി ബാക്കി എനിക്ക് 17,500 രൂപ എനിക്ക് തിരിച്ചു തന്നു. ആ പൈസയ്ക്ക് ഞാൻ വന്ന് ഒരാടിനെയും 2 കുഞ്ഞുങ്ങളെയും വാങ്ങിച്ചു. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കാതെ എനിക്ക് ഇങ്ങോട്ട് തന്നൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് അത് തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കുഞ്ഞ് സംരംഭക എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഒരു കുഞ്ഞ് വരുമാനമുള്ളൊരു വീട്ടമ്മയായിട്ട് മാറി. ആ ആടിനെ കുഞ്ഞുങ്ങളെ വളർത്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് കുടുംബത്തിൽ എൻ്റെ ഭർത്താവിന് ഒരു കുഞ്ഞ് സഹായമായിട്ട് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്നും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നും മാസത്തിലൊരിക്കൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട്, സൺഡേ സ്കൂൾ കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ അവർ ഫുഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ അതിന് പള്ളിക്കകത്ത് ഒരു പാത്രം വെച്ചിരിക്കാൻ സാധിക്കുന്നവർക്ക് എന്തെങ്കിലും സാധിക്കുന്നത് പോലെയുള്ളത് അതിനകത്ത് ഇടാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ആഴ്ചയിലൊന്നും പറ്റിയില്ലെങ്കിലും മാസത്തിലൊരിക്കൽ എനിക്ക് കിട്ടുന്നതിൽ നിന്നുള്ള കുഞ്ഞു വരുമാനത്തിൽ നിന്ന് ഓരോ ഓഹരി ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. പിന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞായറാഴ്ച കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. മുടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് മാറ്റിവെച്ച് ഞാൻ കുർബാനയ്ക്ക് കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോകും. കുടുംബ പ്രാർത്ഥനകൾ ചില സമയത്ത് കുടുംബ പ്രാർത്ഥന മുടങ്ങാറുണ്ട്, പക്ഷേ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാനിങ്ങനെ മുടക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവിനെ ഇത്ര അല്പം താമസിച്ചാലും നമ്മളെ മാതാവ് അനുഗ്രഹിക്കാതെ കൈവിടില്ല, നമ്മളെ താങ്ങി നടത്തും. അന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് പറയുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ 32:14 ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മുദ്രവെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ഡാനിയ തങ്കച്ചൻ എന്ന ഈ സഹോദരി തൻ്റെ പുരയിടവുമായി ബന്ധപ്പെട്ട ഒരു നിയോഗം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയും അതിന് അമ്മ വഴി ലഭിച്ച അനുഗ്രഹത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൂമി സംബന്ധമായ ഒരു വിഷയം നമുക്ക് വന്നു വീണാൽ അതൊന്ന് പരിഹരിച്ചെടുക്കുക ഏറെ ക്ലേശമുള്ള, നൂലാമാലകളുള്ള, വർഷങ്ങളും നാളുകളും എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പലപ്പോഴും നിസ്സാരമായി ചെയ്തു തരാവുന്ന വിഷയങ്ങൾ പോലും പല ആവർത്തി നമ്മളെ നടത്തിച്ച് ഏറെ വർഷങ്ങൾ പാഴാക്കി ഒത്തിരി ഓഫീസുകൾ കയറ്റി ഇറക്കി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരി ഒരു പോക്കുവരവിന് ചെല്ലുമ്പോഴാണ് പുരയിടത്തിൽ അല്പം തങ്ങളുടേതല്ല, റിസർവേയിൽ അത് വന്നിട്ടില്ല, അതിൽ ക്ലേശമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് പേരിൽ കൂട്ടി കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമം നടത്തി അത് മാനുഷികമായ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് 4 അതിരിലും ഇട്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു കുരുക്ക് പോലെ കിടക്കുന്ന വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മളെപ്പോഴും വയ്ക്കുന്ന നിയോഗങ്ങൾ അസാധ്യമെന്ന് നാം കാണുന്നതാണ്. നമുക്ക് സ്വയമേവ പരിഹരിക്കുവാനാവാത്തതാണ്. ദൈവശക്തിയാൽ നമുക്ക് നേടിത്തരുവാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറെ നാൾ നമ്മൾ സ്വയം ഓടി നടന്നിട്ട് അതിൽ യാതൊരു നീക്കുപോക്കുമില്ലാതെ വരുമ്പോൾ ആ വിഷയങ്ങളാണ് ഉടമ്പടിയിൽ വെക്കണമെന്ന് ജോസഫ് അച്ഛൻ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവശക്തിയാൽ മനുഷ്യൻ ഏതൊക്കെ തടസ്സങ്ങൾ വെച്ചാലും, ഏതൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും, ഏതൊക്കെ കൗശലങ്ങൾ പ്രയോഗിച്ചാലും അതിനപ്പുറം ദൈവശക്തിയാൽ എനിക്കവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന പൂർണ്ണമായ ശരണപ്പെട്ട വിശ്വാസത്തിലാണ് നമ്മൾ ഒരു നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എത്ര വർഷം പഴകിയ വിഷയമാണ് കൊടുക്കുന്നത് എന്നതൊരു കാര്യമല്ല, എത്ര പരാജയപ്പെട്ട വിഷയം കൊടുക്കുന്നു എന്നതൊരു കാര്യമല്ല. നമുക്ക് അത് പേരിലാക്കി കിട്ടുവാൻ, നമുക്കത് അനുവദിച്ച് കിട്ടുവാൻ ഒരു സാധ്യതയും സാഹചര്യവും ന്യായം പോലും നമുക്കില്ലല്ലോ എന്ന് കരുതുന്ന വിഷയത്തിൽ കാര്യമില്ല. ദൈവം അനുവദിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നമ്മൾ വിശുദ്ധിയോടുകൂടി അവൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും അവന് നീതിമാനെന്ന് നമ്മളെ കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്താൽ ജീവിത വിഷയത്തിന്മേൽ ഉടനടി പരിഹാരം നൽകുന്ന അമ്മയുടെ സഹായം നമുക്ക് ലഭിക്കുന്നത് കാണുവാനാവും. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അത് ദൈവസാന്നിധ്യം നമുക്ക് പങ്കുവെച്ചു തരികയും തിന്മയുടെ സ്വാധീനങ്ങളെ അകറ്റിത്തരികയും ദൈവശക്തി കൃത്യമായി പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് നേർച്ച വസ്തുക്കളുടെ പ്രയോഗം എന്ന് നമ്മൾ പറയുന്നത്.
അവിടെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി നാഥനും കർത്താവുമായ യേശുവിനെ അധരം കൊണ്ട് നാം ഏറ്റുപറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചുവെന്ന വലിയ രഹസ്യത്തെ, വിശ്വാസത്തെ ഉറക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ യേശു കർത്താവിൻ്റെ ശക്തിയാൽ, അവൻ്റെ വലിയ സംരക്ഷണത്താൽ, അവൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം തീരുമാനമാക്കും എന്നാണ് ഓരോ നേർച്ച വസ്തുവും നാം പ്രയോഗിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ യേശുനാമത്തിൽ മാത്രമാണ്. യേശുവാണ് പ്രവർത്തിക്കുന്നത്. അവൻ്റെ ശക്തിയാണ്, അവൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാവുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് കടുകട്ടി എന്ന് കരുതുന്ന വിഷയത്തിന്മേലും ഈശോയ്ക്ക് ഒരു സേയുണ്ട്, പരിഹരിക്കുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് യേശുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിത വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടാവണം, തീഷ്ണതയുണ്ടാവണം. അമ്മ മാതാവ് യേശുവിനെ ഉദരത്തിൽ വഹിക്കുകയും മടിത്തട്ടിൽ വളർത്തുകയും ലോകത്തിന് കൈമാറ്റം ചെയ്യുകയും കുരിശിന് കീഴെ നിന്നുകൊണ്ട് ആ ബലി പൂർത്തീകരിക്കുവാൻ രക്ഷണീയ ദൗത്യത്തിന് നേർസാക്ഷിയായിക്കൊണ്ട് മകനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ അതേ അമ്മ ഇന്ന് പീഡാസഹനത്തിലൂടെ, ഇന്ന് ഒറ്റപ്പെടലിലൂടെ, ഇന്ന് തകർച്ചയിലൂടെ, ഇന്ന് ആരും കൂടെയില്ലാത്ത അവസ്ഥയിൽ നാം നടക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത് പരിഹാരം നൽകും. അതുകൊണ്ട് യേശുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നത് നിശ്ചയം കാണാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.